എറണാകുളം സൗത്ത് പാലത്തിന് സമീപം പുലർച്ചെയാണ് ഈ തീപിടുത്തമുണ്ടായത്. 15 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വിഷപ്പുകയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അത് അവിടെ നിൽക്കുന്നവരെയും ദൗത്യം നടത്തുന്നവരെയും എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. എന്നാലും 2.5 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതിന് അങ്ങനെ പറയാൻ കാരണം ഇത് റെയിൽവേ ലൈനിനോട് അടുത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്തത് എന്നുള്ളതാണ്. ഈ 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്നു. അതെല്ലാം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം നേരത്തെ നിർത്തിവെച്ചത്. 2.5 മണിക്കൂറോളം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതുവഴിയുള്ള റോഡിലൂടെയുള്ള ഗതാഗതമൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തേണ്ടതായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അതൊക്കെ പഴയ സ്ഥിതിയിലേക്ക് മാറി വരുന്നുണ്ട്. ശ്യാം കുമാർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും. ശ്യാം, ഈ മഴ അത് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നൊരു സാഹചര്യമാണ് കൊച്ചി മേഖലയിലുള്ളത്. അല്പസമയം മുൻപ് ശ്യാമിനോട് സംസാരിച്ചപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ശക്തമായ കടുത്ത പുക അവിടുന്ന് ഉയരുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം മഴ വീണ്ടും മാറിയിട്ടുണ്ട്. നിലവിലെ അവസ്ഥ എന്താണ്? ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ റോഡ് വഴിയുള്ള വാഹനങ്ങളുടെയൊക്കെ പോക്ക് അത് നേരത്തെ നിർത്തിവെച്ചിരുന്നല്ലോ, അതെല്ലാം പഴയപടിയായോ? പ്രജിൻ, നിലവിലിപ്പോൾ സൗത്ത് മേൽപ്പാലത്തിലൂടെ കടത്തിവിടുന്ന വാഹനങ്ങൾ കൂടുതൽ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ചെറുവാഹനങ്ങൾ മാത്രമാണ് ഇപ്പോഴും കടത്തിവിടുന്നത്. കാരണം ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഉൾപ്പെടെയുള്ള വണ്ടികൾ ഇപ്പോഴും പാലത്തിലുണ്ട്. നിലവിൽ നമ്മൾക്ക് ചില ദൃശ്യങ്ങൾ വെളിച്ചം വന്നു തുടങ്ങിയതോടുകൂടി കാണാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അങ്ങോട്ട് വെള്ളം ഉപയോഗിച്ച് ആ പുക നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നേരത്തെ നമ്മൾ വരുമ്പോൾ ഇങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം തീ ആളിപ്പടരുകയായിരുന്നു. ഒരുപക്ഷെ അഗ്നിഗോളങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയുള്ള തീയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള സ്ഥിതിയാണ് ഫയർഫോഴ്സ് എത്രത്തോളം സ്ഥിതി നിയന്ത്രണമാക്കി എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ പങ്കുവെക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഫോമാണ് ഫയർഫോഴ്സ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുക ഉയരാതിരിക്കാനും തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. വലിയ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൗണിലാണ് ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നത്. നിലവിൽ രാവിലെ മുതൽ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നിഖിൽ, ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാറേ, രാവിലെ ഇവിടെ എത്തിയതായിരുന്നല്ലോ, അപ്പം രാവിലത്തെ ഒരു സ്ഥിതിയൊക്കെ വെച്ച് ഇപ്പം ഒരുപാട് കൺട്രോൾ ആയിട്ടുണ്ട്? തീ പൂർണ്ണമായിട്ടും കൺട്രോൾ ആയിട്ടുണ്ട്. തീ ഇപ്പം പേടിക്കാനൊന്നുമില്ല, നമ്മൾ പൂർണ്ണമായിട്ടും കൺട്രോൾ ആയിട്ടുണ്ട്. പക്ഷേ നിലവിൽ എന്ന് വെച്ചാൽ റീഇഗ്നീഷൻ വന്നുകൊണ്ടിരിക്കുക. റീഇഗ്നീഷൻ എന്ന് പറയുമ്പോൾ അടിയിലുള്ള അറിയാലോ വയറുകളും മറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, അത് വീണ്ടും ഉരുകിയിട്ട് കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് JCB കൊണ്ട് അത് മാറ്റിയിട്ട് നമ്മൾ ഫോം അടിച്ചിട്ടാണ് അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. സാർ, ഈ കെട്ടിടത്തിൻ്റെ ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് വല്ലതും അറിയാമോ? അതെല്ലാം കോർപ്പറേഷൻ വഴിയാണ് നോക്കേണ്ടത്. നിലവിൽ ഫയറിൻ്റെ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല. ഫയർ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ സംഭരിച്ചത്? അതെ, തീർച്ചയായും. അതപ്പം സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് കൊടുക്കുമോ ആ കാര്യത്തിൽ? അതിന് ഫയർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മളത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് നടപടി എടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ദുരന്ത നിവാരണ നിയമപ്രകാരം കേസ് വരാനും സാധ്യത? കേസ് വരേണ്ടതാണ്. അതെ, അത് അവർക്കെതിരെ നടപടി ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കാനുണ്ട് പ്രജിൻ. ഈ കെട്ടിടത്തിന് ഫയർ ലൈസൻസ് ഇല്ല. ഫയർ NOC ഇല്ലാതെയാണ് അനധികൃതമായി ഈ കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നത് എന്നുള്ള വിവരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, ഫയർ ഓഫീസർ 24നോട് ഇപ്പോൾ വ്യക്തമാക്കിയത്. അത് ഒരു പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം ഫയർ NOC ഇല്ലാതെ ഒരു കെട്ടിടത്തിൽ എങ്ങനെ ഈ നഗരത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കെട്ടിടം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കെട്ടിടം ഒരു തരത്തിലും ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നില്ലേ എന്നുള്ള ഒരു വിവരവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഈ കെട്ടിടത്തിന് പിന്നെ എങ്ങനെ നികുതി വാങ്ങിയിരുന്നു? കാരണം ഫയർ NOC ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് എങ്ങനെ പ്രവർത്തന ലൈസൻസ് കൊടുത്തു? അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ കെട്ടിടത്തിന് നികുതി വാങ്ങാൻ സാധിച്ചു? എങ്കിൽ ഈ കെട്ടിടം എങ്ങനെ പ്രവർത്തിച്ചു? അങ്ങനെ നിയമപരമായി നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഫയർ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരം ദുരന്തം വിളിച്ചു വരുത്തിയതിന് കേസെടുക്കുമെന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും കോർപ്പറേഷൻ അധികൃതരും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് ഇത്രയും തന്ത്രപ്രധാനമായ മേഖലയിൽ റെയിൽവേ സ്റ്റേഷൻ്റെയും പെട്രോളിയം ലൈനുകൾ കടന്നു പോകുന്നതിൻ്റെയും ഒക്കെ അടുത്ത ഒരു കെട്ടിടത്തിന് ഫയർ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തനാനുമതി നൽകിയത്? ആരൊക്കെയാണ് അപ്പോൾ ഇതിൽ കൈമടക്ക് വാങ്ങിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഒരു ദുരന്തം വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി കൊച്ചി കോർപ്പറേഷനിലെ ഈ ഭാഗത്തിൻ്റെ വൈറ്റില സോണിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയിരുന്നോ എന്നതുപോലും ചോദ്യം ഉയരുന്ന സാഹചര്യമുണ്ട്. കാരണം ഫയർ NOC ഒരു സ്ഥാപനത്തെ, പ്രത്യേകിച്ച് അപകട സാധ്യതയുള്ള സാധനങ്ങൾ സംഭരിക്കുകയും വിൽപ്പന നടത്തുകയും വാണിജ്യം ചെയ്യുകയും ചെയ്യുന്ന ഒക്കെ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫയർഫോഴ്സിൻ്റെ ആ NOC ആണ്. അതില്ലാതെ എങ്ങനെ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിച്ചു? ഇത്രയും നാൾ 36 വർഷം എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായ കാലയളവല്ല. പക്ഷേ ഈ നിയമങ്ങൾ വന്ന ശേഷം
കഴിഞ്ഞ വർഷങ്ങളിൽ പോലും ഈ ലൈസൻസ് ഇല്ലാതെ ഈ കെട്ടിടം പ്രവർത്തിച്ചുവെങ്കിൽ അതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ഇവിടെ വന്ന കെട്ടിട ഉടമയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കുമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനായി അവർ റിപ്പോർട്ട് നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പങ്കുവെക്കാനുള്ളത്. കൊച്ചിയിൽ വലിയ ദുരന്തം വരുത്തിവെച്ച ആ ആക്രി കെട്ടിടത്തിന് ഫയർ ലൈസൻസ് ഇല്ല ശരി ശ്യാം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തേടുക. എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടല്ലോ. കാരണം ഫയർ ലൈസൻസ് ഇല്ല, ഫയർ NOC ഇല്ലാതെയാണ് കെട്ടിടം പ്രവർത്തിച്ചത്. മാത്രമല്ല ഈ നഗരത്തിന് മധ്യയുള്ള ഈ ഒരു സ്ഥാപനത്തിൽ വൈദ്യുതി ബന്ധമില്ല. 10-30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വൈദ്യുതി ഇല്ല എന്ന് അതിന്റെ ഉടമ തന്നെ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ കാര്യം എന്താണെന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ, കാരണം ഈ പറയുന്ന ഫയർ NOC ഇല്ലാതെ ആക്രി പോലെയുള്ള സാധനങ്ങൾ, ഈ 12 ഗ്യാസ് സിലിണ്ടറൊക്കെ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, അത്തരം ഒരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിച്ചു എന്ന ചോദ്യം ഉയരുന്നു. പക്ഷേ അതിൽ നമുക്ക് ഊഹാപോഹങ്ങൾക്കൊന്നും ഇടയില്ല. കൃത്യമായ വിവരങ്ങൾ നമുക്ക് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ഇതിന് സ്ഥാപനത്തിന് NOC ഇല്ല, ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം തന്നെ ഫയർ NOC ഇല്ല എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പറഞ്ഞത് മറ്റാരുമല്ല, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. പിന്നെ എങ്ങനെ ഈ സ്ഥാപനം ഇത്രയും നാൾ ഇവിടെ പ്രവർത്തിച്ചു എന്നൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ബ്രേക്കിംഗ് വാർത്തയായിട്ട് നമുക്കത് നൽകാൻ കഴിയുന്നുണ്ട്. കെട്ടിടത്തിന് ഫയർ NOC ഇല്ല. ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ വലിയ തീപിടുത്തം ഉണ്ടായത്. അത് ആളപായമില്ല എന്നൊരു ആശ്വാസം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്, റെയിൽവേ ലൈനുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളും വീടുകളും താമസക്കാരും ഒക്കെയുണ്ട്. അവിടെയാണ് ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായത്. അപ്പോഴാണ് പുതിയ വിവരം പുറത്തു വരുന്നത്, ആ കെട്ടിടത്തിൽ ഫയർഫോഴ്സിന്റെ NOC ഉണ്ടായിരുന്നില്ല, ഫയർ NOC ഉണ്ടായിരുന്നില്ല. ഇനി ഉത്തരം കിട്ടേണ്ടത് ഫയർ NOC ഇല്ലാതെ എങ്ങനെ ഇത്രയും വർഷം ആ കെട്ടിടം അവിടെ പ്രവർത്തിച്ചു എന്നതാണ്. ശ്യാംകുമാർ കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി അന്വേഷിച്ച് എത്തിക്കുന്നതായിരിക്കും.